ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ ചെയ്യുവാൻ വേണ്ടിയാണ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ മുൻപത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, സിബിൽ സ്കോറിൽ സിബിൽ സ്കോർ കൂടും കുറയും, അതുപോലെ തന്നെ ട്രാക്ക് കാര്യങ്ങൾ എല്ലാം അതിൽ കാണും. ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചും എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു 75 to 80% സിബിൽ അപ്പാട് ഡൗൺ ആണ്. ഓക്കെ, ആർക്കും ഒരു ലോൺ കിട്ടാതെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒന്നും കിട്ടാതെയുള്ള ഈ ഒരു സമയമാണ്, ഞാൻ ഉൾപ്പെടെ. അത് നമ്മുടെ പ്രശ്നമല്ല, ചില സാമ്പത്തിക ഇഷ്യൂസ് വന്നു കാണും, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിബിളിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ സെറ്റിൽമെൻറ്റ്. അപ്പോൾ സെറ്റിൽമെൻറ്റ് എന്താണെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതായത് നമ്മളൊരു ലോൺ എടുത്തു, ലോണോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്ത് ലോൺ ആയിക്കോട്ടെ, കാർ ലോൺ മീൻസ് യൂസ്ഡ് കാർ ലോൺ, ഹൗസിംഗ് ലോൺ, അങ്ങനെ ലോൺ എടുത്തു, നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസ് വന്നു, ഹോസ്പിറ്റൽ കേസോ വേറെ എന്തെങ്കിലും എമർജൻസി വന്നു, നമുക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റിയില്ല. 1 മാസം അടയ്ക്കാൻ പറ്റിയില്ല, 2 മാസം അടയ്ക്കാൻ പറ്റിയില്ല, 3, 4, 5 അങ്ങനെ 6-7 മാസം അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ സമയത്തെല്ലാം ബാങ്ക് നമ്മളെ നിരന്തരം വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കും കളക്ഷൻ എക്സിക്യൂട്ടീവ്സും എല്ലാം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാര്യം പറയും, എനിക്ക് ഇങ്ങനെ ഒരു എമർജൻസി സംഭവിച്ചു, എനിക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളിത് കൺവേർട്ട് ചെയ്ത് വേറെ EMI ആക്കണം, ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ തരണമെന്ന് പറയും. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിന് വർജ്യമായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അതായത് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കും. നമ്മളൊന്ന് വായിച്ച് നോക്കാതെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സെറ്റിൽമെൻ്റ് എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അടയ്ക്കുന്ന ഒരു തുകയാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് എടുത്തതിന് ശേഷം ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ, ഈ ബാങ്കുകളൊന്നും നമ്മളൊരു 7-8 വർഷത്തേക്ക് ലോൺ തരില്ല. അതാണ് സെറ്റിൽമെൻറ്റിൻ്റെ ഇഷ്യൂ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് അവരുടെ പൈസ കിട്ടാൻ വേണ്ടി സെറ്റിൽമെൻറ്റ് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് നമുക്കാണ് ഇഷ്യൂ വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ക്രെഡിറ്റ് കാർഡിൽ 2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിൽ വന്ന് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല. ഒരു 4-5 മാസം അവർ വിളിക്കും, പിന്നെ നമ്മൾ പറയും ഇന്ന സംഭവം എനിക്ക് അടക്കാൻ പറ്റിയില്ല, നിങ്ങൾക്കൊരു EMI ഓപ്ഷനിൽ എനിക്ക് ഇട്ട് തരണമെന്ന് പറയും. അപ്പോൾ അവർ അതിനെയാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സെറ്റിൽമെൻറ്റ് വരികയാണെങ്കിൽ മിക്ക ബാങ്കുകളും NBFCയിലും ഒരു 7 വർഷം കഴിയാതെ നിങ്ങൾക്ക് ലോൺ കിട്ടില്ല, 100% കിട്ടില്ല. ചില ബാങ്കുകൾ 5 വർഷം കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്, ചില ബാങ്കുകൾ 6 വർഷം കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്, ചില ബാങ്കുകൾ 2 വർഷം കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതും ഒരു 100 ഒരു 2%, 3% മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റിൽമെൻറ്റ് വന്ന കേസുകളിൽ ലോൺ ചെയ്യുന്ന ഒരു NBFCയാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ബാങ്ക് ഒരു സിബിലും സെറ്റിൽമെൻറ്റും എല്ലാം ഭയങ്കര ഡിഫോൾട്ടായി കിടക്കുന്ന ഒരാൾക്കൊന്നും ഒരു ബാങ്ക് ഒരിക്കലും ലോൺ കൊടുക്കില്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് 12 മാസത്തിനുള്ളിൽ ഈ സെറ്റിൽമെൻറ്റ് എടുത്തതിന് ശേഷം ഈ അവസാനത്തെ 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് സിബിൽ ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിലേയും ഇല്ല, നിങ്ങൾക്ക് സെറ്റിൽമെൻറ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതികൾ മനസ്സിലാക്കുക. ഞാൻ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് പറഞ്ഞത്, ഈ ഒരു ഫിനാൻസ് സെറ്റിൽമെൻറ്റ് ചെയ്ത കേസുകളും ബാങ്കിങ് ഫീൽഡിൽ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ലോൺ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്ത കേസുകൾ ചെയ്യുന്ന ഫിനാൻസാണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ ഡിലേയോ കാര്യങ്ങളോ ഡ്യൂയോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ് ഓഫ്, ഞാൻ പറഞ്ഞ റൈറ്റ് ഓഫ് എന്ന് വെച്ചാൽ സെറ്റിൽമെൻറ്റ് തന്നെയാണ്. ഒരു 12 മാസത്തിനുള്ളിൽ റൈറ്റ് ഓഫ് ഒന്നുമില്ലെങ്കിലും ഇവിടെ നിന്ന് ചെയ്യും. അപ്പോൾ സാധാരണ ഫിനാൻസിനെ അപേക്ഷിച്ച് ഇവർ ഏറ്റവും സിമ്പിളാണ്. ചില ബാങ്കുകൾ ഇങ്ങനെ റൈറ്റ് ഓഫോ ഡ്യൂ ഒക്കെ വരികയാണെങ്കിൽ 7 വർഷം 8 വർഷം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞേ ചെയ്യുള്ളൂ. പക്ഷേ ഈ ഒരു NBFC സെറ്റിൽമെൻറ്റ് വന്നാൽ 1 വർഷത്തിന് മീൻസ് നിങ്ങൾക്ക് ഈ അവസാനത്തെ 1 വർഷത്തിനുള്ളിൽ എല്ലാം ക്ലിയർ ആണെങ്കിൽ അവർ ചെയ്യുന്നതാണ്. ഇത് ഞാൻ നോക്കുമ്പോൾ നല്ല ഉപകാരപ്രദമായ ഒരു ഫിനാൻസാണ്. മിക്ക ആൾക്കാർക്ക് ഇങ്ങനെ ലോണും EMIയും തെറ്റിക്കിടക്കുകയാണ്. ചില ആൾക്കാർ സെറ്റിൽമെൻറ്റ് എടുത്തിട്ടുണ്ട്, ചില ആൾക്കാർ ഞാൻ എന്നും കാണുന്നതാണ്, മകളുടെ മാരേജാണ്, അപ്പോൾ ലോൺ വേണം, അല്ലെങ്കിൽ കാറിൻ്റെ ലോൺ വേണം, അങ്ങനെ ഒരുപാട്
പേര് ബാങ്കിൽ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ സെറ്റിൽമെൻറ്റ് എടുത്തിരുന്നു, അത് 3 വർഷം മുമ്പ് 2 വർഷം മുമ്പ് നിങ്ങൾക്ക് ഡ്യൂ വന്നു, അപ്പോൾ അതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് എന്താ പറയുക, ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫിനാൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കുറച്ച് പ്രൊസീജിയേഴ്സും ക്രൈറ്റീരിയയും ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് 21 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇവർ ലോൺ കൊടുക്കുകയുള്ളൂ. ഓക്കെ. ഇനി സാലറീഡ് എംപ്ലോയിഡ് തന്നെ ആയിരിക്കണം. ബേസിക് സാലറി, അതായത് നിങ്ങളുടെ ESIയും PFും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെറ്റ് വരുന്നത് 20,000 രൂപയായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലോൺ കിട്ടും. ഇനി ക്രെഡിറ്റ് സ്കോർ പറഞ്ഞിരിക്കുന്നത് 650 ആണ്. ഓക്കെ, 650 എന്ന് പറയുമ്പോൾ ഏറ്റവും ലോ ലെവലിലാണ് 650 വരുന്നത്. പിന്നെ 600 ചെയ്യുന്ന ഫിനാൻസ് ഉണ്ട്, അത് സെറ്റിൽമെൻറ്റ് കേസ് വന്നാൽ അവർ ചെയ്യില്ല. ഓക്കെ, 600 ചെയ്യുന്ന ഫിനാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടെ ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന, ഇങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ ലോൺ കൊടുക്കില്ല. എങ്ങനെയുള്ളത്, അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട, ആംസ് ആൻഡ് അമ്യൂണിസേഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ചിട്ടി ഫണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ദാൽ മില്ലിംഗ്, അതുപോലെ തന്നെ ഫിലിം പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ടിംഗ്, എക്സ്പോർട്ടിംഗ്, സെക്യൂരിറ്റി സർവീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ ലോൺ കൊടുക്കില്ല. മറ്റെല്ലാവർക്കും ഇവർ ലോൺ കൊടുക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ വെറും നിങ്ങൾക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്രൂവൽ ഒരു സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. നമ്മൾ 2-3 ദിവസവും ഇങ്ങനെ എന്താ പറയുന്ന ഒരു ലോങ് ടൈം ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളുടെ ക്ഷമയെ പരിശോധിക്കുന്ന രീതിയാണ്. നിങ്ങൾക്കൊരു 2 അല്ലെങ്കിൽ മാക്സിമം പോയാലും ഒരു 5 മിനിറ്റിനകം അപ്രൂവൽ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്രൂവലാണ് കേട്ടോ, ഡിസ്ബേഴ്സൽ അല്ല, അപ്രൂവൽ. നിങ്ങൾക്ക് അപ്രൂവൽ ആകുമോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവനും അറിയാൻ സാധിക്കും. നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എന്തെങ്കിലും എമർജൻസി കേസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ ചാനൽ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കുന്നതല്ല നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു NBFC ഉണ്ട്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് ഔട്ട് ചെയ്ത ആൾക്കാർ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നത്, ഓരോ ബാങ്കിലും കയറി ഇറങ്ങുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വളരെ സിമ്പിൾ പ്രൊസീജിയേഴ്സാണ്. 650 സിബിൽ, ലാസ്റ്റ് 1 ഇയറിൽ നിങ്ങളുടെ സിബിൽ ക്ലിയർ ആയിരിക്കണം. സെറ്റിൽമെൻറ്റോ EMIDയോ ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഉള്ളവർക്കാണ് ഈ ഒരു NBFC ഉപകാരപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോകുമ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ OTP എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ ഇവിടെ കൊടുക്കണം. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ മെയിൽ ID ഇത് എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ജെൻഡർ, കറണ്ട് അഡ്രസ്സ്, ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ സിറ്റി, സ്റ്റേറ്റ്, ഓക്യുപ്പേഷൻ, മോഡ് ഓഫ് സാലറി, അത് ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് അല്ലാത്തവർക്ക് കിട്ടില്ല കേട്ടോ. ക്യാഷ്, ചെക്ക്, അതേഴ്സ് ഒന്നും കിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. നെറ്റ് മന്ത്ലി സാലറി 20,000 അതിന് മുകളിലുള്ളവർക്ക് ഇവർ ചെയ്യുകയുള്ളൂ. ഈ ലോൺ എമൗണ്ട് വേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. ലോണിൻ്റെ ടെന്യൂരിറ്റി എത്ര മാസം വേണമെന്നും ഇവിടെ നമുക്ക് കൊടുക്കാം. മാക്സിമം നമുക്ക് 60 മാസം വരെ കൊടുക്കാം. 1 വർഷം മുതൽ 60 മാസം വരെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഗെറ്റ് ലോൺ ഓഫേഴ്സ് തരും. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണിക്കും. ഓപ്ഷൻസ് കാണിച്ചിട്ട് നമുക്ക് തീർച്ചയായും എന്താ പറയുക അപ്രൂവൽ ആകും. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എടുത്തവരെല്ലാം ഈ ഒരു ഫിനാൻസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.